2025 അജ ഏകാദശി വരണത് ഓഗസ്റ്റ് 19 ചൊവ്വാഴ്ചയാണ്. എല്ലാ ഏകാദശി വ്രതം പോലെ തന്നെ നമുക്ക് തലേന്ന് ദശമി ദിവസം ഒരിക്കലെടുത്തിട്ട് വ്രതം ആരംഭിക്കാം. പിന്നെ ഏകാദശി ദിവസം കഴിയണ പോലെ ഉപവാസമോ അല്ലെങ്കിൽ പാലും പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. കഴിയുന്നതും വിഷ്ണുക്ഷേത്ര ദർശനം നടത്താൻ നോക്കുക. നാമജപങ്ങളും ദാനധർമ്മങ്ങളൊക്കെ ആ ദിവസത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിറ്റേന്ന് ദ്വാദശി ദിവസം നമുക്ക് പാരണ വീടിയിട്ട് ഏകാദശി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. പാരണ വീടേണ്ട സമയം ഈ പ്രാവശ്യം വരുന്നത് രാവിലെ 5:53 മുതൽ 8:29 വരെയുള്ള സമയത്താണ്. അജ ഏകാദശിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് വരുന്നത്. സത്യസന്ധതയ്ക്ക് പേരുകേട്ട രാജാവായിരുന്ന ഹരിശ്ചന്ദ്രനെ ചുറ്റിപ്പറ്റിയാണ് ആ കഥ. നീതിമാനായിരുന്നിട്ടും അങ്ങേയറ്റം പ്രതികൂല സാഹചര്യങ്ങൾ രാജാവ് നേരിടേണ്ടി വന്നു. അങ്ങനെ രാജാവിന് രാജ്യവും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടു. ഒരു ശ്മശാനത്തിൽ ദാസനായിട്ട് കഴിയേണ്ടി വന്നു. അങ്ങനെ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ ഉപദേശത്തെ തുടർന്ന് അദ്ദേഹം ഭക്തിയോടെയും ഉപവാസത്തോടെയും രാത്രി ഉണർന്നിരുന്നിട്ടും അജ ഏകാദശി ആചരിച്ചു. അങ്ങനെ ഈ അജ ഏകാദശി നോറ്റതിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട രാജ്യം തിരികെ ലഭിച്ചു. അപ്പോൾ കഴിയുന്നതും എല്ലാവർക്കും അജ ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.